നമ്മുടെ കിച്ചൂട്ടന്റെ 56 വ്ളോഗ് ഇട്ടപ്പോഴേ ഏറ്റവും കൂടുതൽ വന്ന 2 കമന്റ് ഉണ്ട് കേട്ടോ. അതിലൊരു കമന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും കൂടി ഡാൻസ് ഒന്നും കളിച്ചില്ലേ എന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കളിക്കാനൊക്കെ പ്ലാൻ ഇട്ടു കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെ എനിക്കൊരു മടി വന്നപ്പോ ഞാൻ കളിച്ചില്ല. അതെ ഇവരായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും റീൽ ഇവരുടെ ഇൻസ്റ്റയിൽ ഇവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്ന കമന്റ് എന്താ വെച്ചാൽ 56 ഞാൻ എങ്ങനെ ഒരുങ്ങി നടന്നു കേട്ടോ. മെയിൻ ആയിട്ട് ഫേസിൽ ഞാൻ എന്താ അപ്ലൈ ചെയ്ത് നടന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒലിച്ചു പോകാണ്ടിരിക്കാൻ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് സ്കാനറുടെ സ്ട്രോപ്പ് മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. അത് 12 hours ലോങ് ലാസ്റ്റിക് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ജൂയി ഷിമ്മറി ഒരു ഗോൾഡ് ഗ്ലോയി ഫിനിഷിംഗ് ആട്ടോ തരിക. അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ആണ്, നോൺ സ്റ്റിക്ക് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, സൂപ്പർ കംഫിയും കൂടിയാണ്. പിന്നെ നമ്മുടെ ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷൻ 3-in-1 ആട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത്. ഇതിലാണെങ്കിൽ ഫൗണ്ടേഷൻ SPF 30+ മോയിസ്ചറൈസർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസിൽ നമുക്കൊരു ബിൽഡബിൾ കവറേജ് കിട്ടൂട്ടാ. പിന്നെ 24 hours ഹൈഡ്രേഷനും സൂപ്പർ കംഫിയാണ്. നല്ല രീതിക്ക് നീറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താണ്ടല്ലോ നല്ലൊരു കവറേജ് കിട്ടൂട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് കിടക്കണ പോലെ ഫീൽ ചെയ്യുക. പിന്നെ ലാസ്റ്റിലായിട്ട് നമ്മുടെ മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ഒന്നും കൂടി ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോർമലി ഹെയർ സെറ്റ് ചെയ്യുക, കണ്ണെഴുതുക, പൊട്ടുവിടുക കേട്ടോ. ആ ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ആണെങ്കിൽ ഇതൊരു ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മേക്കപ്പ് ഒലിച്ചു പോവുക ഈ ഷീറ്റിൽ പറ്റി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ലേ. സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വർക്ക് ആവുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ.